ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം ഞാൻ വന്നേക്കുന്നത് ഞങ്ങൾ തിരുവല്ലയിൽ പോകണതാണ്. അപ്പം അതിനായിട്ടുള്ള ഒരു പാർട്ട് 1 വീഡിയോയാണ് ഇപ്പോൾ ഈ കാണുന്നത്. പാർട്ട് 1 ആണിത്. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, കുറേ ദൂരമുണ്ട് അങ്ങോട്ട്. ആലപ്പുഴ ജില്ലയാണ്. നമ്മൾ ആലപ്പുഴയുടെ അറ്റത്തുനിന്ന് പത്തനംതിട്ടയിലോട്ടാണ്. അമ്പലമൊക്കെ എത്തിയത് ചേർത്തലെത്താറായെന്നു. അച്ഛൻ്റെ തലേൻ്റെ പൊക്കത്ത് വെച്ച് നിന്നെടുത്താണ്. JCB ഫാൻസ് ആണെങ്കിൽ ഇതേ കിടക്കുന്ന JCB. നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുറേ ദൂരമുണ്ട് ഗൈസ്. ഇതുകൊണ്ട് നമ്മളിത് ഇത് ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ്. കുറേ പോകുമ്പോൾ പത്തനംതിട്ടയിലോട്ട് എത്തും. അതായത് ഒരു ഇച്ചിരി പാടം സീനൊക്കെ വന്നാൽ അത് എത്താറായി. കണ്ടോ ഗൈസ്, നമ്മൾ സ്ട്രെയിറ്റാണ് പോകുന്നത്. നമ്മൾ ആദ്യത്തെ പാലത്തിലൊക്കെ കയറണമുണ്ട്. അതൊക്കെ നിങ്ങൾ കാണുന്നു. നല്ല സ്പീഡിലാണ് പോകുന്നതെന്ന് ഫുട്ബോൾ ഫാൻസിന് മാത്രം, ഷട്ടിൽ ഫാൻസ്. നമ്മൾ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഫ്രണ്ടിലുണ്ട് കേട്ടോ ഗൈസ്. അവൻ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. ഇതാണ് അച്ഛൻ്റെ തലയിൽ വെച്ചെടുത്തത്, ഹെൽമെറ്റിൻ്റെ പൊക്കത്ത്. അപ്പോൾ ഗൈസ്, എല്ലാവരും ഹെൽമെറ്റ് വെച്ചിട്ട് പോകണം. ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ പാലം. നമ്മൾ കയറാൻ പോണതാണ്. ഇത് ഏകദേശം പാടമൊക്കെ എടുക്കാൻ ഇച്ചിരി മറന്നുപോയി ഗൈസ്. അപ്പം നമ്മൾ എത്താറായി, പുതിയ പാലത്തിലേക്ക് എത്താറായി. ഇതാണ് പഴയ പാലം. ആ പഴയ പാലത്തിൽ നിന്ന് നേരെ ഇങ്ങോട്ട് എടുത്തതാണ് ഗൈസ്. മറ്റേ അമേരിക്കയിലൊക്കെയുള്ള പാലം പോലെ ഇല്ലേ ഗൈസ്. നമ്മൾ പാലത്തിലോട്ട് കയറണതാണ്. കുറേ പാലം കയറണം ഗൈസ്. ഇനി ഇതേ ഹൗസ് ബോട്ട് കണ്ട ഗൈസ്. നമ്മളിനി 7 പാലം കണ്ടും കയറണം. ഏതാണ്ടൊരു പാലത്തിൽ കയറിയിട്ട് വളയുമ്പോഴാണ് ആ റൂട്ട്. ഇതേ കണ്ട, നല്ല പച്ചപ്പുള്ള സ്ഥലം. നമ്മളിത് കണ്ടിട്ട് പോലും ഇല്ലല്ലോ. ഇതാണ് നമ്മളെ പാടം സീൻസ്. തന്നെ ഇതോ പറഞ്ഞു എന്നാ വൈബല്ലേ ഗൈസ്. നല്ല പച്ചപ്പ്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ പാടത്തിന് നടുക്കുള്ള വീടൊക്കെ ഉണ്ട്. ഇത് ഏതാണെന്ന് ഗൈസ്, പടം കണ്ടോ? അതെ, ഇതാണ് നമ്മുടെ പാടം. അവിടെ എങ്ങനെ കള്ള് ഷാപ്പുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഓറഞ്ചാണെന്ന് തോന്നുന്നു. നമ്മൾ ഇനിയും കുറേ പോകണം. അപ്പം നമ്മളിത് കുറേ ഇനി എത്ര പാലം കയറണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കുന്നത് ഗൈസ്. 7 പാലം കയറണം. എൻ്റെ സൗണ്ടിന് ഒരു കുഴപ്പമുണ്ടോ ഗൈസ്? കുഴപ്പമുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടേക്കെ. ചിലപ്പോൾ ഞങ്ങളിവിടെ നിർത്തും, ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട്. ഇതിന് കാപ്പിപ്പഴം, കുറച്ച് വെള്ളം കുടിക്കാനൊക്കെ ഇവിടെ നിർത്തും, റെസ്റ്റിന് വേണ്ടി. ഞങ്ങളിത് ആ കണ്ട കടയിലാണ് ഞങ്ങൾ കയറിയത് ഭക്ഷണം കഴിക്കാൻ. സത്യം പറഞ്ഞൊരു കാര്യം പറയട്ടെ ഗൈസ്, ഇവിടെയാണ് ഞങ്ങൾ വെള്ളം കുടിക്കാൻ വന്നത്. അവിടെ കടയിലെ ആളില്ല. കടയിലെ ഉടമസ്ഥൻ ആ കട വേണ്ടെന്ന് പറഞ്ഞ് പോയതാണ്. കുറേ വർഷമായി ആ കട അവിടെ കിടക്കണം. അതൊന്നും ഞങ്ങൾക്കറിയാൻ പാടില്ല. ഞങ്ങൾ ആ കടയിൽ ബെഞ്ചൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് തിന്ന് ഒരു പാഴ്സൽ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പ്ലാനിട്ട് പുറത്ത് പോയിരുന്നൊക്കെ തിന്നാന്ന്. അപ്പോൾ നമ്മൾ എത്താറായി. ഇവിടെ ഒരു അമ്പലമുണ്ട്. ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ, സ്പൈഡർമാൻ്റെ. അപ്പം ലാസ്റ്റത്തെ സീൻ പാടമായിരുന്നു, അത് നമ്മൾ കണ്ടില്ല. അപ്പോൾ അതേ ഒരു ബസ്സൊക്കെ പോകുന്നുണ്ട്.
കണ്ടോ ഗൈസ് ബസ് നമ്മൾ ഈ കടയിൽ കയറിയേക്കാണ് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാൻ. ഫ്രൂട്ട്സ് ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലം, ചത്തുളത്ത. ഗൈസ് ദേ ഇവിടെ നമ്മൾ ബേക്കറിയിൽ നിന്ന് സംഭവം വാങ്ങിക്കാനൊക്കെ വന്നത്. അതൊക്കെ നമ്മൾ തിന്ന് തീർത്ത് കുറേ സംഭവമുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് ബേക്കറി. ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ച് പിന്നെ ഒരു മാംഗോൻ്റെ സാധനമില്ലേ അത് ലാസ്റ്റിലുണ്ട്. സിപ്പപ്പായിരുന്നു ആദ്യം ഉദ്ദേശിച്ച എന്നിട്ട് ചോക്കോ ബാർ വാങ്ങിച്ചു 10-ൻ്റെ മാംഗോ ബാറില്ലേ അതും വാങ്ങിച്ചു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ബിസ്ക്കറ്റും വാങ്ങിച്ച് നമ്മളെവിടെ നിന്ന് പോന്നു. ഇത് അച്ഛനാണ് എടുക്കണത്. ഇത് അച്ഛൻ തന്നെ എന്നിട്ട് അതെടുത്ത്. എൻ്റെ ചെരുപ്പ് കോലാപ്പൊരിയാണ് ഗൈസ്. ഇതൊക്കെ ഉണ്ടോ ഗൈസ്? ഇത്ര ഐസ്ക്രീമൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഞാൻ പകുതി കാരണം എന്താണെന്നാ ഗൈസ്, ഞാൻ എന്തായാലും പറയാനുണ്ടായിരുന്നു അച്ഛനോട്. അതാണ് ഇവിടെ എല്ലാം ഉണ്ട്. നമ്മൾ ലാസ്റ്റാണ് മാംഗോ സാധനം വാങ്ങിക്കും. നമുക്ക് അത് വാങ്ങിക്കണം. അമ്മ അവനെയും പിടിച്ചിട്ട് വെക്കണേണ് കേട്ടോ ഗൈസ്. എൻ്റെ കാലൊക്കെ കാണാല്ല. അപ്പം ഇവിടെ ലേസൊക്കെ ഉണ്ട്. നമ്മുടെ ലേസും ഇതാണ് ഞാൻ പറഞ്ഞ മാംഗോ സംഭവം. അപ്പം നമ്മൾ പിന്നെയും പുറപ്പെട്ടിരിക്കുന്നു. ഇനി കുറച്ച് പോയാൽ മതി. ഈ പാലം, ഇത് ആലപ്പുഴ. ഈ പാലം കയറിയാൽ പിന്നെ പത്തനംതിട്ടയാണ് ഗൈസ്. നമ്മളിപ്പോൾ പത്തനംതിട്ടയിലെത്തും. റെഡി വാങ്ങിക്കോ. ഇപ്പോൾ ഇവിടെ പാലം ഇവിടെ. ഗൈസ് നമ്മളിപ്പോൾ നേരത്തെ കടയൊക്കെ ആലപ്പുഴ, ഇത് പത്തനംതിട്ടയാണ്. കണ്ടോ ഗൈസ്? ഇതാണ് നമ്മുടെ ഇപ്പം നമ്മൾ പത്തനംതിട്ട ആലപ്പുഴ. അപ്പം നമ്മളിത് ഇപ്പം പത്തനംതിട്ട. ഇതാണ് നമ്മുടെ പത്തനംതിട്ട ചേട്ടൻ. അപ്പോൾ ഗൈസ് ഇപ്പം നമ്മൾ പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ ഗൈസ്? ഇനിയും കുറേ ഉണ്ട്. ഇനി ചെറുതായിട്ട് പച്ചപ്പുള്ള ഇതുണ്ടെന്ന് തോന്നണം. അത് തന്നെ ഗൈസ്, പച്ചപ്പുള്ള സ്ഥലമുണ്ട്, കുറേ ഉണ്ട്. പക്ഷെ ഞാൻ എടുക്കാൻ ഇച്ചിരി ലേറ്റായിപ്പോയി. കണ്ടോ ഗൈസ്? ഇവിടെ ഇച്ചിരി കുഴിയൊക്കെയുള്ള റോഡാണ്. അത് നമുക്ക് കുഴപ്പമില്ല. നമ്മൾ ഇതിൻ്റെ കായലാണ് കൊള്ളാണെന്നറിയാൻ പാടില്ല ഗൈസ്. അത് തന്നെ കായലാണ് ഗൈസ്. അത് അപ്പം നമ്മൾ പിന്നെ നേരെ പോകുന്നത് ഈ വഴി കൂടി പോകണം. ഒരു ഡൗട്ട്, സ്ഥലമൊക്കെ മാറിയ കാരണം ഈ വഴി തന്നെയാണെന്ന്. അപ്പം ഞാൻ പണ്ട് ഇവിടെ പോയിട്ടുണ്ട്. അപ്പോഴാണ് ഈ സ്ഥലം കണ്ടപ്പോൾ ഒരു ഓർമ്മയുണ്ട് ഗൈസ്. ഇത് തന്നെയാണ്. ഇതുകൊണ്ടാ നമ്മൾ എത്താറായിരിക്കുന്നു. ഞാനിവിടെയൊക്കെ ഓർക്കുന്നുണ്ട് കുഞ്ഞിലേ വന്നത്. ഗൈസ് അപ്പം നമ്മൾ ഇനി ഒരു തുള്ളിയും കൂടി നീങ്ങിയാൽ വീടെത്തും. വീടെത്തിയെന്ന് തോന്നുന്നു. ഇല്ല വീടെത്തിയിട്ടില്ല. അടുത്താണോ ഗൈസ്? ഇതാണെന്ന് തോന്നുന്നു. ഇതായിരിക്കും. അത് തന്നെ. അപ്പം നമ്മൾ വീടെത്തിയിരിക്കുന്നു. ഇതാണ് നമ്മളെ വീട്. അയ്യോ, ഇവിടെ മൊത്തം ബ്ലാങ്കായിപ്പോയി. അത് ബ്ലാങ്കായതല്ല ഗൈസ്, അവിടുത്തെ കല്ലാണ്. ശരിയല്ല. വെട്ടം കുറച്ച് പോയതാണ് ഗൈസ്. ഗൈസ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും കണ്ടോളൂ. ഇതാണ് നമ്മുടെ വീട്. കണ്ടോ? വലിയ മെച്ചുണ്ട്. കണ്ടോ ഗൈസ്? കാറും കുറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറി. എൻ്റെ കയ്യിലൊരു കിറ്റൊക്കെ ഉണ്ട്.
ഇതാണ് നമ്മുടെ വീടപ്പം നിങ്ങൾ കണ്ടായിരുന്നല്ലോ. ക്യാമറ തിരിച്ചാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ തൊട്ടിപ്പുറത്തുള്ളതാണ് കൊച്ചു ടി വി കാണുമെന്ന് പറഞ്ഞാൽ അത് ഒരു പറമ്പ്, വലിയ പറമ്പ്. അതിൻ്റെ അപ്പുറത്ത് പാടമാണ്. അത് നമ്മൾ പാർട്ട് 2-ൽ നമ്മൾ പൊക്കത്തിരിപ്പുണ്ട്. ഞാനിപ്പോൾ ഇവിടെയാണ് ഇരിക്കുന്നത്. കണ്ടോ ഗൈസ്, പൊക്കത്ത് നല്ല പച്ചപ്പ്. കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ വീട്. നല്ല ഇതാണ് പാടം. ആ ദൂരത്തൊരു ഇത് വൈറ്റ് കണ്ട, അവിടെ ഒരു വലിയ പാടമുണ്ട്. ഇവിടെ കൂടി തോന്നാണ് വന്നത്. അപ്പം നമ്മളൊന്ന് ആ സൈഡിൽ കൂടി ഇത് കണ്ട, ഞാനൊരു കണ്ണിമാങ്ങ പറിച്ചിട്ടുണ്ട്. അപ്പം അത് തിന്നണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുള്ളതല്ലേ, എൻ്റെ പശ കളഞ്ഞിട്ട് വേണ്ടേ തിന്നാൻ. അതൊരൊക്കെ ഉണ്ടേ ഇങ്ങനെ വെച്ചിട്ട് അത് ഒടിച്ചു കളയണം, ഒരക്കണം. നമ്മുടെ കയ്യിലെന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഗൈസ്? പറഞ്ഞു തരാം. ഞാൻ ഈ മാഗ്നറ്റ് ബോളില്ലേ, അതാണ് ഗൈസ് കേട്ടോ. അത് മാഗ്നറ്റ് ബോളാണ്. ഞാൻ കുഞ്ഞിലെ എൻ്റെ ഇതൊക്കെ വീടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് അതാണ് സാധനം, മാഗ്നറ്റ് ബോള്. അപ്പം ഞാനൊന്ന് ഇവിടെ കയറിയിരിക്കാൻ പറ്റുമോ എന്ന് നോക്കണേ. ഇച്ചിരി ഹൈറ്റുള്ള എൻ്റെ ഇവിടം വരെ ഉണ്ട്. അപ്പം ഞാൻ ഇതിനെക്കാട്ടും ഹൈറ്റുള്ള സ്റ്റേജിൽ കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഇതൊന്നും കുഴപ്പമില്ല. നമ്മളിവിടെ ഇരുന്ന് ഇച്ചിരി ഇവിടെയുള്ള വൈബൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ മാഗ്നറ്റ്. കണ്ടോ അതെ. ഗൈസ്, അപ്പം നമ്മളിത് ഇതുകൊണ്ടാണ് കളിക്കുന്നത്. ബോളൊക്കെ എടുത്തായിരുന്നല്ലോ ഗൈസ്. ആ അതെ, നമുക്കൊരു കമ്മലിൻ്റെ അവിടെ അങ്ങനെ കമ്മൽ പോലെയൊക്കെ ഇട്ട് കൊടുക്കാം. ഇച്ചിരി പവറുള്ള മാഗ്നറ്റ് പോലെയാണ്. കണ്ടോ ഗൈസ്, ആ വൈറ്റ് കമ്മലിൻ്റെ ഇത് ഇച്ചിരി പവറുള്ള മാഗ്നറ്റാണ്. ഞാൻ പിന്നുകൊണ്ടാണ് കേട്ടോ കാതുകുത്തിയത്. അപ്പം ഇത് കണ്ടപ്പോൾ അച്ഛൻ ഈ സാധനം വെച്ച് നോക്കിയപ്പോൾ അച്ഛൻ പറഞ്ഞ് കാത് എന്നാൽ ഞാനും കുത്താന്ന്. അച്ഛൻ പറഞ്ഞ് ഞാൻ അച്ഛനോട് ചോദിച്ചു ഞാൻ കുത്തിയാൽ മതിയാന്ന്. അപ്പം അച്ഛൻ പറഞ്ഞ് വേണ്ടെന്ന്. പിന്നെ ഞാൻ തന്നെ കാത് കുത്തിയെന്ന് പറയുമ്പോൾ എല്ലാവരും അയ്യോ അങ്ങനെ പറയും ഗൈസ്. അതൊന്നും എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ നമ്മളിത് മാങ്ങ ഉണ്ട്, നല്ല പുളി. നല്ല പുളിയുള്ള മാങ്ങയാണ് നമ്മളിപ്പോൾ തിന്ന് കഴിഞ്ഞത്. പിന്നെ ഇവിടുത്തെ വൈബ് കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, എന്നാ വൈബല്ലേ. ഇങ്ങനെ വേണ്ട ദേ നോക്ക്. കണ്ടോ ഗൈസ്, വൈബ് വഴി പോവാണ്. കണ്ടോ ഗൈസ് ഇവിടുത്തെ വൈബൊക്കെ.
ഇവിടെ കിടന്നൊരു കാർഡ് കിട്ടി. മറ്റേ എന്തായിരുന്നു ഇപ്പോൾ പോക്കിമോൻ കാർഡും നറൂട്ടോ എന്നൊക്കെ പറഞ്ഞ കാർഡ് ഇറങ്ങിയായിരുന്നേ. ചീട്ട് കാണും, ചീട്ട്. അതാണ് ഞാനും അമ്മയും അവനും കൂടി അന്ന് ഇവിടെ നിന്നൊക്കെ നടക്കാൻ പോയി വെറുതെ. ഇവിടെയുള്ള വൈബ്സ് കാണാം. ഓൾഡ് ജനറേഷൻ പോലെ ഉണ്ട്. അവൻ നേരെ ജെറ്റ് വിട്ട പോലെ പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങോട്ട് ഒരു അമ്പലം ഉണ്ടല്ലോ, എവിടെ പോയായിരുന്നു? ആ അമ്പലം നമ്മളെ പുറകിലാണ്. എവിടെ പോയ അമ്പലം? അവിടെ അല്ല, അവിടെ ഇല്ലല്ല. ഇത് അവിടെ കൂടി ഒരാളൊക്കെ പോകുന്നു. ഇതേ കൊണ്ടൊക്കെ അതാണ് ഇതിൻ്റെ സ്ഥലം. ആ കാണുന്ന ഓറഞ്ചിൻ്റെ അപ്പുറത്തുണ്ട് അമ്പലം. ഇവിടെ നിറച്ച് മല്ലിയില പോലത്തൊരു ചെടിയാണ്. ഇതെന്ത് ചെടിയാണെന്ന് അറിയാൻ പറ്റില്ല ഞങ്ങൾക്ക്. ആർക്കെങ്കിലും അറിയാമെങ്കിലൊന്ന് ഇതാണ്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ. ഇതവിടെ അതിൻ്റെ പൂവല്ല അവൻ്റെ സാധനമൊക്കെ പറിച്ച്. ഇവിടുത്തെ ആകാശം കണ്ടോ? ഇവിടെ നിന്ന് നക്ഷത്രം എണ്ണ കളിക്കാം. കൊച്ചു പിള്ളേരുടെയൊക്കെ കാണിക്കല്ലേ നക്ഷത്രം ഷേപ്പൊക്കെ ഇങ്ങനെ. ഇതാണ് നിറച്ചല്ലേ അത് ഞാൻ പറഞ്ഞില്ലേ. ഇത് കണ്ട, ഇത് അടിയിൽ മണ്ണ്. ഇത് ഒരു പറമ്പാണ് കണ്ട. ഞാൻ ഇതിനടിയിൽ ചാക്ക് കെട്ടൊക്കെ വെച്ചാണ് കെട്ടിയിട്ടുണ്ട്. ഇവിടെ കണ്ടുണ്ടല്ലോ. ഇതാണ് അതിൻ്റെ ഗേറ്റ്. പറമ്പിലോട്ട് പോകണം. നമ്മുടെ വീട് ഇത് ഇവിടെയാണ്. നമ്മുടെ വീടെത്തി. കണ്ടോ? പിന്നെ ഞങ്ങളൊന്ന് പോകണേണ്.
നമ്മളിപ്പോൾ വന്ന സ്ഥലമില്ല, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി വന്നു. കണ്ടോ ഗൈസ് ആ സ്ഥലം. അവിടെ ഒരാൾ ചൂണ്ടയിടുന്നുണ്ടല്ലോ. നമ്മളിത് അവൻ നേരെ ഓട്ടത്തിലോട്ടോ ഫസ്റ്റാണ്. അപ്പം ഞങ്ങൾ പതിയെ പോണേണ്. നമ്മളിതേ വീടെത്തി. കണ്ടോ ഗൈസ്, വീടെത്തി. ഇത് കണ്ട, നമ്മൾ അകത്തുനിന്നടുത്താണ് പറമ്പും ഇവിടെയുള്ള വഴി ഇതും മൊത്തം. നമ്മൾ ഈ സാധനം തണുപ്പ് ഫ്രിഡ്ജ് വെച്ചിട്ട് കഴിച്ചു. എല്ലാവർക്കും ടാറ്റ.